കോൺഗ്രസ് വേദിയിൽ KPCCയുടെ സാംസ്കാരിക ഉത്സവിൽ അതിഥി. ചലച്ചിത്ര അക്കാദമി മുൻ ചെയർമാനും നടനുമായ പ്രേംകുമാർ കോൺഗ്രസ് വേദിയിൽ. കോട്ടയം നാഗമ്പടത്ത് ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്ന KPCCയുടെ സംസ്കാര ഉത്സവ 2026 എന്ന പരിപാടിയിലാണ് പ്രേംകുമാർ മുഖ്യാതിഥിയായി പങ്കെടുത്തത്. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലാണ് പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത്. സംസ്കാര സാഹിതി ഒരു സാംസ്കാരിക സംഘടനയാണെന്നും അവരുടെ ചടങ്ങിൽ പങ്കെടുക്കുന്നതിൽ വേറെ രാഷ്ട്രീയമൊന്നുമില്ലെന്നും കഴിഞ്ഞ ദിവസം പ്രേംകുമാർ വ്യക്തമാക്കിയിരുന്നു. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിനുള്ളിൽ അപകടം. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിനുള്ളിൽ കരിങ്കല്ലുമായി എത്തിയ ടോറസ് ലോറിക്ക് തീപിടിച്ചു. ഡ്രൈവർ ചാടി രക്ഷപ്പെട്ടു. തുറമുഖത്ത് പുലിമുട്ട് നിർമ്മാണത്തിന് കരിങ്കല്ലെത്തിച്ച് മടങ്ങുകയായിരുന്നു ലോറി. പോർട്ട് വർക്ക്ഷോപ്പിന് മുന്നിൽ വെച്ചാണ് ലോറിയുടെ ക്യാബിന് വശത്തായി തീ കണ്ടത്. തീ പെട്ടെന്ന് പടർന്നു കയറി. ഇതോടെ ഡ്രൈവർ ഇടുക്കി സ്വദേശി തേജസ് വാഹനം നിർത്തി പുറത്തേക്ക് പോയി. ഇതോടെ ആളപായം ഒഴിവായി. കോൺഗ്രസിന്റെ സംസ്കാര സാഹിത്യ പരിപാടിയിൽ നടൻ ജയൻ ചേർത്തല പങ്കെടുക്കില്ല. കോൺഗ്രസിന്റെ സംസ്കാര സാഹിത്യ പരിപാടിയിൽ നടൻ ജയൻ ചേർത്തല പങ്കെടുക്കില്ല. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും പരിപാടിയിലെത്തില്ല. കോട്ടയത്ത് നടക്കുന്ന സംസ്കാര സാഹിത്യ പരിപാടിക്ക് ഇരുവരും എത്തില്ല. ഇരുവരും എത്തുമെന്ന് നേരത്തെ സംഘാടകരെ അറിയിച്ചിരുന്നു. വിഴിഞ്ഞത്തെ ഹോട്ടലിൽ നിന്നും ഭക്ഷണം കഴിച്ചു മടങ്ങിയ 2 പേർ മരിച്ച സംഭവത്തിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്ത്. ഭക്ഷ്യവിഷബാധ സ്ഥിരീകരിക്കാതെയാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. മരിച്ച സ്ത്രീയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഭക്ഷ്യവിഷബാധ സംശയങ്ങൾ ഉണ്ടെങ്കിലും അതിന് സ്ഥിരീകരണമില്ല. എന്നാൽ പുരുഷന്റെ പോസ്റ്റ്മോർട്ടത്തിൽ ഭക്ഷ്യവിഷബാധ സാധ്യത കണ്ടെത്താനായില്ല. 2 പേരുടെയും സാമ്പിൾ കൂടുതൽ പരിശോധനയ്ക്ക് അയക്കാനാണ് ഭക്ഷ്യസുരക്ഷാ വിഭാഗത്തിന്റെ തീരുമാനം. അന്തിമ നിഗമനം അതിനുശേഷം മാത്രമായിരിക്കും. മാവേലിക്കരയിൽ 13 വയസ്സുകാരൻ മുങ്ങി മരിച്ചു. മാവേലിക്കര കണ്ടിയൂർ ആറാട്ടുകടവിൽ 13 വയസ്സുകാരൻ മുങ്ങി മരിച്ചു. മാവേലിക്കര കണ്ടിയൂർ ആറാട്ടുകടവിൽ ഇന്ന് ഉച്ചയ്ക്ക് 3 മണിയോടെയാണ് അപകടമുണ്ടായത്. മാവേലിക്കര മറ്റം സെന്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിയാണ് മരിച്ചത്. ചെട്ടികുളങ്ങര കണ്ണമംഗലം ഷെൽട്ടർ വീട്ടിൽ ഷാജി കരുണാകരൻ സ്മിത ദമ്പതികളുടെ മകൻ ശിവപ്രസാദാണ് മരിച്ചത്. മകൻ കസേരയോടെ വലിച്ചെറിഞ്ഞ് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന അമ്മ മരിച്ചു. മകന്റെ ക്രൂരതയ്ക്കിരയായ അമ്മ മരിച്ചു. കണ്ണൂരിൽ മകൻ കസേരയോടെ വലിച്ചെറിഞ്ഞ് പരിക്കേൽപ്പിച്ച പള്ളിയാൻമൂല വി ശാന്തയാണ് മരിച്ചത്. 88 വയസ്സായിരുന്നു. ആക്രമണത്തിൽ വി ശാന്തയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്ന് രാവിലെയാണ് മരണം സംഭവിച്ചത്. സംഭവത്തിൽ മകൻ സജീവിനെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. മദ്യലഹരിയിലാണ് ഇയാൾ അമ്മയെ ഉപദ്രവിച്ചതെന്നാണ് പോലീസ് നൽകുന്ന വിവരം. ജാതി അധിക്ഷേപം. ശാന്തി PR വിഷ്ണു രാജിവെച്ചു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ ജോലി ചെയ്തിരുന്ന ദളിതനായ ശാന്തിക്കാരൻ ആലങ്ങാട്ട് കൊടുവഴങ്ങ പള്ളത്തുംപറമ്പിൽ PR വിഷ്ണു രാജിവെച്ചു. പറവൂർ ഗ്രൂപ്പിലെ തിരുവല്ലൂർ സബ് ഗ്രൂപ്പിൽ ഉൾപ്പെടുന്ന വാതുതുറക്കാവ് ദേവീക്ഷേത്രത്തിലെ പൂജാരിയായിരുന്നു വിഷ്ണു. 2 വർഷം മുമ്പ് തത്തിപ്പള്ളി ഭഗവതി ക്ഷേത്രത്തിൽ പകരക്കാരനായി ജോലി ചെയ്തിരുന്ന സമയത്ത് ജാതി അധിക്ഷേപം നേരിട്ടതായി വിഷ്ണു പോലീസിൽ പരാതി നൽകിയിരുന്നു. തുടർന്ന് ഭീഷണിയും പരിഹാസവും ഉൾപ്പെടെയുള്ള അനുഭവങ്ങൾ നേരിടേണ്ടി വന്നതായി വിഷ്ണു പറഞ്ഞു. ശബരിമല യുവതീ പ്രവേശനം. സർക്കാർ നിലപാട് അറിയിക്കേണ്ടത് ഉണ്ടെങ്കിൽ ഉചിതമായ തീരുമാനമെടുക്കും. MA ബേബി. ശബരിമല യുവതീ പ്രവേശന വിഷയത്തിൽ സർക്കാർ നിലപാട് അറിയിക്കേണ്ടത് ഉണ്ടെങ്കിൽ ഉചിതമായ തീരുമാനമെടുക്കുമെന്ന് CPM ജനറൽ സെക്രട്ടറി MA ബേബി. പാർട്ടിയോട് നിലപാട് ചോദിച്ചിട്ടില്ല. ഇത് കേരളത്തിന്റെ വിഷയമാണ്. സംസ്ഥാന സർക്കാർ ചർച്ച ചെയ്ത് തീരുമാനമെടുക്കട്ടെ എന്നും അദ്ദേഹം പറഞ്ഞു. VSന്റെ മകൻ മത്സരിക്കാനെത്തിയാൽ തീരുമാനത്തിൽ പുനർവിചിന്തനം. A സുരേഷ്. പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തിയിട്ടില്ലെന്നും MV ഗോവിന്ദന്റെ പ്രസ്താവന ദുഃഖപ്പെടുത്തിയെന്നും VSന്റെ മുൻ PA A സുരേഷ്. മലമ്പുഴയിൽ VSന്റെ മകൻ മത്സരിക്കാനെത്തിയാൽ തീരുമാനത്തിൽ പുനർവിചിന്തനം നടത്തുമെന്നും സുരേഷ് മാധ്യമങ്ങളോട് പറഞ്ഞു. VD സതീശൻ നയിക്കുന്ന UDF ജാഥയിലും പങ്കെടുക്കും. MV ഗോവിന്ദന്റെ പ്രസ്താവന ദുഃഖപ്പെടുത്തി. എന്താണ് ഞാൻ ചെയ്ത തെറ്റ്? പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തിയിട്ടില്ല. പാർട്ടിക്ക് പുറത്തു നിൽക്കുമ്പോഴും പാർട്ടിക്കെതിരെ പ്രവർത്തിച്ചിട്ടില്ല. ഇപ്പോഴും പാർട്ടിയെ മനസ്സിൽ സൂക്ഷിക്കുന്നുണ്ട്. ഒരു പാർട്ടി ആനുകൂല്യവും പറ്റിയിട്ടില്ല. പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന UDF ജാഥയിൽ പങ്കെടുക്കും. പക്ഷേ കോൺഗ്രസിന്റെ ഭാഗമാവുകയോ CPM വിമതർക്കൊപ്പം നിൽക്കുകയോ ചെയ്യില്ലെന്നും അവരുടെ കൺവെൻഷനിലും പങ്കെടുക്കില്ലെന്നും സുരേഷ് പറഞ്ഞു. ഗോവിന്ദചാമിയുടെ ജയിൽചാട്ടം. സസ്പെൻഷനിലായിരുന്ന ഉദ്യോഗസ്ഥരെ തിരിച്ചെടുത്തു. ഗോവിന്ദചാമിയുടെ ജയിൽചാട്ടത്തെ തുടർന്ന് നടപടിക്ക് വിധേയരായ 4 ഉദ്യോഗസ്ഥരുടെ സസ്പെൻഷൻ കാലാവധി കഴിഞ്ഞ ദിവസം അവസാനിച്ചു. ജയിൽചാട്ടം അന്വേഷിക്കാൻ നിയോഗിച്ച കമ്മീഷന് റിപ്പോർട്ട് നൽകാൻ അനുവദിച്ച സമയപരിധി അവസാനിച്ചിട്ടും ജയിൽചാട്ടത്തെക്കുറിച്ച് ഇപ്പോഴും ഇരുട്ടിൽ തപ്പുകയാണ്. ടൗൺ പോലീസ് തുടങ്ങിയ അന്വേഷണം പിന്നീട് ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തു. വിയ്യൂരിലെ അതിസുരക്ഷാ ജയിലിൽ കഴിയുന്ന ഗോവിന്ദചാമിയുടെ മൊഴി ക്രൈംബ്രാഞ്ച്
SP പി ബാലകൃഷ്ണൻ നായരുടെ നേതൃത്വത്തിൽ രേഖപ്പെടുത്തിയിരുന്നു. അന്വേഷണം അന്തിമഘട്ടത്തിലാണെന്നും 1 മാസത്തിനുള്ളിൽ കുറ്റപത്രം സമർപ്പിക്കാനാകുമെന്നും അന്വേഷണ സംഘം വ്യക്തമാക്കി.